കരകളെ എന്തുണ്ട് വിശേഷം? നേരത്തെ ഒരു വീഡിയോ ഇട്ട് നല്ലതായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും അത് കേൾക്കുന്നതിൽ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് സഹായം വന്ന വഴികളെന്ന് പറഞ്ഞ് തുടർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ലൂർദ് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞിട്ട് ഞാനത് നിർത്തിക്കളഞ്ഞായിരുന്നു. അപ്പം റിലേ പോയി വേറെ സ്ഥലത്തോട്ട് പോയി എൻ്റെ മൈൻഡ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്ലാൻ ചെയ്ത് വീഡിയോ ചെയ്തോണ്ട് എനിക്ക് പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. പ്ലാൻ ചെയ്യാത്ത ജീവിതവുമാണ് പ്ലാൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും. ദൈവം പ്ലാൻ ചെയ്യുന്നു, ഞാൻ അതിനൊപ്പം നിന്ന് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ചക്കരകളെ, എനിക്ക് പറയാനുള്ള കാര്യം, സഹായം വന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങൾ എടുത്തോണം. സെക്കൻഡ് പാർട്ടാണത്. സഹായം അന്ന് ഞാൻ കൈപ്പറ്റുമ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഈ സഹായികളൊക്കെ എനിക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുമെന്ന്. ഇപ്പോൾ എത്രയോ ലക്ഷം പേരെൻ്റെ വീഡിയോ കാണുന്നു. അവർ ഞാൻ ഈ സഹായം വിളിച്ചു പറയുന്നു, എന്നെ സഹായിച്ചവരും ഒരിക്കലും ഓർത്ത് കാണത്തില്ല. ഇത് നാളെ ഒരു കാലത്ത് ഇതിങ്ങനൊരു മീഡിയയിലൂടെ പുറം ലോകം അറിയുമെന്ന്. അപ്പോൾ ഞാനൊരു സഹായത്തെക്കുറിച്ച് പറയാം. എനിക്ക് ദൈവാനുഗ്രഹം കിട്ടിയ പല ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എൻ്റെ സമയം മോശമായിരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെ ജീവിതത്തിൽ എന്നെ എന്തെങ്കിലും പാഠം പഠിപ്പിക്കേണ്ടത് കൊണ്ടായിരുന്നായിരിക്കാം ഞാൻ അന്ന് ആ കാലഘട്ടങ്ങളിൽ എന്നെ നല്ല പ്രായം 10, 27, 28, 29, 30 വയസ്സുകളിലൊക്കെ ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ. അപ്പം ദുരന്തങ്ങളിലൊക്കെ എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ആ സഹായത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ എനിക്ക് ദുരഭിമാനമൊന്നുമില്ല. ഇപ്പോൾ ബോവനോട് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ബോവൻ ചേട്ടന് വല്ല വിഷമം ഉണ്ടാകുന്ന തോന്നുന്നു എന്നെല്ലാം ബോവൻ പറയും, എനിക്ക് ഒരു വർഷം നീ സത്യസന്ധമായിട്ടുള്ള കാര്യം ധൈര്യമായിട്ട് പറഞ്ഞു, ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമോ ധൈര്യമോ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അപ്പോഴും നിങ്ങൾ ചിന്തിച്ചോണം, പ്രാരാബ്ധക്കടലിൽ കിടക്കുമ്പോഴും ഈശ്വരാരാധന മുടക്കിയിട്ടില്ലായിരുന്നു. അതൊരൊറ്റ പ്രയോജനമാണെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കേട്ടോ. സുസ്ഥിരമായ ഒരു രക്ഷ എനിക്ക് അപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഈശ്വരനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കൽ കൃഷ്ണനാണെങ്കിൽ ഒരിക്കൽ യേശുവിനെ, ഒരു മാതാവിനെ ഇങ്ങനെ മാറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൈവം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ നടന്നിട്ടുള്ളത്, മനസ്സിലായ? അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ചക്കരകളെ, ഞാൻ പറയാം, ഒരു സഹായത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ മോളുമായിട്ട് 2004 തോന്നുന്നു, 3-4 ഇടയ്ക്കൊരു സമയത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. മോൾക്കന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഫിറ്റ്സ് പോലെ വരുമായിരുന്നു. ഇളയ മോൾക്ക് അമ്മു, അവളുടെ പേര് ദേവിക എന്നാണ്. അപ്പം വന്നുകൊണ്ടിരുന്ന് ഫിറ്റ്സ് അല്ലായിരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ച പിന്നീട് ആണ് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലുകാരാണ് കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്തത്, മാറിപ്പോയി. അപ്പം പിന്നെ ലൂർദിൽ ഞാൻ കിടക്കുമ്പോൾ ജിജി കുരുട്ടിക്കുളോ നമ്മുടെ ഡോക്ടറാണെന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അഡ്മിറ്റായി കിടന്ന് ഇതെല്ലാം ആളുകൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാൻ വേണ്ടി ഞാൻ കിടന്നു. അതായത് ഒരു 3-4 മാസം കൂടുമ്പോൾ ആശുപത്രി കിടക്കുകയാണ്. നമ്മൾ മാനസികമായി തകർന്ന്, സാമ്പത്തികമായി തകർന്ന്, ഒരു മാർഗവും വഴിയില്ല. ബന്ധുക്കളും ആൾക്കാരും അയൽക്കാരും എല്ലാം പരിചയത്തുള്ളവർ പോലും നമ്മൾ ഡിസ്റ്റൻസ് ഇടുകയാണ്, കാരണം കടം ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്നവർക്ക് അന്നൊന്നും ലോണൊന്നും കിട്ടുന്ന വല്ല വസ്തുവും വെച്ചാലേ ലോണൊക്കെ കിട്ടത്തുള്ളൂ. ഇന്ന് അങ്ങനത്തെ ഒരു സാമ്പത്തിക പരിവേഷങ്ങളും നമുക്കില്ലല്ലോ. ദാരിദ്ര്യം മാത്രം കൈമുതലായി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ജീവിതത്തോട് മല്ലിടുന്നൊരു കാലഘട്ടത്തിൽ ഒരു സഹായം എന്നൊക്കെ അന്ന് ഇത്രയ്ക്ക് വലിയ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടെ ഒരു വിശാല മനസ്കരാണ്. ഒരാൾക്കൊരു സഹായം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാത്തിലൂടെയും ആളുകൾക്ക് സഹായം എത്തിക്കുന്നുണ്ട്. ഒരു ആവശ്യമൊന്ന് കണ്ടാൽ ജനം സഹായിക്കുന്നുണ്ട്. ഞാൻ ആ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് അത്ര സഹായമൊന്നും ആളുകൾക്ക് കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യാം, നമുക്ക് കണ്ടൊന്നും ഫോൺ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ലല്ലോ. നമുക്ക് മൊബൈലുണ്ടെന്ന് എൻ്റെ ചക്കരെ. അന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബില്ല് തന്ന് MRI സ്കാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ EG എടുത്തിട്ടുണ്ട്, അങ്ങനെ ഓരോന്ന്. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ചികിത്സയ്ക്ക് 6 വർഷത്തോളം ഞാനവിടെ എൻ്റെ മോൾക്കൊരു ചികിത്സയ്ക്കായിട്ട് കിടന്നു. അവർ രോഗം പക്ഷേ കണ്ടുപിടിച്ച ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലുകാരാണ്. അന്ന് രോഗമൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു തടിപ്പുണ്ടായിരുന്നതാണ്. അത് ഓപ്പറേഷൻ ചെയ്ത് അപ്പം തന്നെ പോയി. പിന്നെ ഒരിക്കലും മെഡിസിൻ എടുക്കേണ്ടതെന്നല്ല. ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും കൊച്ചു അത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റിയതും എല്ലാം അവൾ സ്വന്തം കാലം നിന്നതെല്ലാം അതിന് ശേഷമാണ്. അപ്പം ഈ ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയോ അല്ലെ ശ്രദ്ധക്കുറവോ ഒക്കെ ആയിരിക്കാം അതൊക്കെ സംഭവിച്ചത്. അല്ലെ പിന്നെ നമ്മൾ അനുഭവിക്കാനുള്ള കഷ്ടകാലമോ എന്തെങ്കിലും ആയിരിക്കാം. അതെല്ലാം പോട്ടെ, എന്തെല്ലാം ദൈവം അതെല്ലാം മാറ്റി തന്നെൻ്റെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിലിരിക്കുന്നൊരു സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഊണ് മേടിച്ചിട്ട് ഞാനും എൻ്റെ അമ്മക്കുട്ടനും അനുമോളും കൂടെ ആ പിള്ളേർക്ക് 2 പേർക്കും വാരി കൊടുത്തേച്ച് ഞാനും കഴിക്കും, മനസ്സിലായ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ല, സഹായിക്കാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കടം ചോദിച്ച ബന്ധുക്കളും ആൾക്കാരും പോലും നമ്മുടെ ഡിസ്റ്റൻസ് ഇരിക്കണം. കാരണം അതൊക്കെ നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ബില്ല് വന്ന് ഞാൻ എങ്ങനെ ബില്ല് അടയ്ക്കും എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പാസ്റ്ററാണ്, ഞാനിപ്പോഴും ഓർക്കുന്നത്, കൊല്ലത്തു നിന്നാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ഇത്രയും ഭയങ്കര ഭയാനകമായി നല്ല വണ്ണമുണ്ട് പുള്ളിക്കാരൻ.
പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ദേവിക ആരാണെന്ന് വാർഡിൽ നിന്ന് ചോദിക്കുന്നത്, വാർഡിലാണ് കിടക്കുന്നത്, ദേവിക ആരാ ദേവിക. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മുഖത്തോട്ട് നോക്കി, ദേവിക. ഞാൻ പറഞ്ഞു ദേവിക എൻ്റെ മോൾ. അപ്പോൾ നിങ്ങളുടെ എത്ര ബില്ല് അടയ്ക്കാനുള്ളത്? ഞാൻ ആരെങ്കിലും പറഞ്ഞു വിട്ടേണം. ഞാൻ പറഞ്ഞു ഇത്ര ബില്ല് അടയ്ക്കാനുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ ബില്ല് എല്ലാം മേടിച്ച്, അന്ന് ഒരാഴ്ച ഭക്ഷണം കഴിച്ച ബില്ല്, MRI സ്കാൻ്റെ ബില്ല്, അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലെല്ലാം അടച്ചു തന്ന് പുള്ളിക്കാരൻ പോയി. എനിക്കുണ്ടായ ഒരു സന്തോഷം, ദൈവമേ ആരെങ്കിലും അറിഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആലോചിച്ച് നോക്കും. ഞാൻ ഇങ്ങനെ രാവിലെ ബില്ല് കിട്ടിയപ്പോൾ തന്നെ ആദ്യം ഞാൻ എൻ്റെ അനിമോളോട് മൂത്തോട് പറഞ്ഞു, എടീ നമുക്കൊരു ഓട്ടോ കയറി മൂങ്ങായിടുന്ന് ഞാൻ പറയാം. ബില്ല് കൊടുക്കാൻ പറഞ്ഞാൽ പിടിച്ചു വെക്കുമല്ലോ. എടി ഇവിടെ നിന്ന് പോകുമ്പോൾ അനിമോളോ അപ്പോൾ വേണ്ട അങ്ങനെ വല്ല പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തല്ലേ. അവരെ എന്ത് കംപ്ലയിൻറ്റ് നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ. ഏത് പോലീസ് പിടിച്ചാലും എനിക്കൊരു നാണോ ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ലജ്ഞയും നാണവും അഭിമാനവും ഒന്നും തോന്നാത്തൊരു കാലമാണ്. വേറെ ആരും ഹെൽപ്പിനില്ല. ഈ 2 കുഞ്ഞുങ്ങൾ കൂട്ടിരിക്കാൻ പോലും അതുങ്ങളെ സൃഷ്ടിച്ച തന്തപടി പോലും വരാത്തൊരു കാലം. അച്ഛനെന്ന് പറഞ്ഞ് ജനിപ്പിച്ചവൻ പോലും ഒരു നേരം വന്ന് കൂട്ടിരിക്കാനൊരു ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ അവസ്ഥയിൽ ഈ പാസ്റ്റർ വെള്ളയൊക്കെ ഇട്ട് വന്നൊരു അടിപൊളി പാസ്റ്റർ, നല്ല മനുഷ്യൻ. അദ്ദേഹം വന്ന് എനിക്കിങ്ങനെ പറയുമ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വേറെ പേർക്ക് എനിക്ക് തന്നെ ആയിരിക്കും. ഞാൻ ദേവിക തന്നെയാണ്. ആ ദേവികക്ക് അത് വേണ്ടി തന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാർ സ്പീഡിൽ അങ്ങ് 6 വന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ കൂടെ ഞാൻ ആ വാതിക്ക വരെ ചെന്ന് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്ത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പരും എൻ്റെ തന്നു. എൻ്റെ ഭഗവാനെ കുറച്ച് കഴിഞ്ഞിട്ട് ലാൻഡ് ലൈൻ നമ്പറാണ്, കൊല്ലത്തെ ലാൻഡ് ലൈൻ നമ്പറാണ് പുള്ളി എനിക്ക് തന്നു. കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പുള്ളി തിരിച്ചു വന്നപ്പോൾ ദേവിക, നിങ്ങൾ ദേവിക? ഞാൻ ദേവിക തന്നെ, മോടെ പേര് ദേവിക. അതെ, നിങ്ങൾക്കല്ല ഞാൻ ഈ സഹായം ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ ദേവിക എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക്, ഒരു ഹൃദയ ശസ്ത്രക്രിയ അങ്ങനെ എന്തോ ഒരു വിഷയത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി വന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ വന്നേ അല്ല. മോളെ പൈസ തിരിച്ചു തരണമല്ലോ. ഞാൻ പൊട്ടിക്കരഞ്ഞ് അങ്ങനെ അടിച്ച്, എൻ്റെ പൊട്ട് സാറേ ഒരു രക്ഷയില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ്, ഇന്ന പോലെയാണ് കാര്യമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ് എന്നാൽ സാരമില്ല, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നിവൃത്തിയില്ലായിട്ടല്ല, നിങ്ങൾക്കായിരിക്കും ദൈവം വിധിച്ചിരുന്ന ഇത് നടപ്പാകാൻ, പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഈ സഹായഹസ്തം ചെല്ലേണ്ട സ്ഥലത്ത് ചെയ്തപ്പോൾ അവർക്ക് വേറെ ആരാണ്ട ബന്ധുക്കളും ആൾക്കാരൊക്കെ സഹായിച്ച് ആ പൈസ അവിടെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പൈസ എനിക്ക് ഇവർ അടച്ചു തന്നു. ദൈവത്തിൻ്റെ മിറക്കിൾ. ഭഗവാനെ ഞാൻ അപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടായിരിക്കുന്നത്. സത്യമായിട്ട് പറയാൻ എൻ്റെ ചക്കരകളെ, ഇതൊക്കെ നഗ്നമായ സത്യം. ഞാനിപ്പോൾ ഓർക്കണം, ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു തലത്തിലേക്ക് എന്നെ ദൈവം തമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യം. ഒരുപക്ഷെ ഇന്ന് എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാതിരിക്കായിരുന്നു. പണ്ടനുഭവിച്ച കാര്യം നാണക്കേടാണ്. ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഇതെനിക്ക് വേണേൽ പറയാതിരിക്കാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഈശ്വരനിലേക്ക് അടുക്കുമല്ലോ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഏതു സമയത്തും സാധിക്കാം, മിറക്കിൾ, അത്ഭുതം കാണിക്കും എന്ന് അത് നമ്മുടെ വിശ്വാസത്തിനെ ആസ്പദമായിരിക്കും. എനിക്ക് വേറെ ഓരോ ബന്ധുക്കളെ ആൾക്കാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിരന്തരം പ്രാർത്ഥനയായിട്ടാണ് ദൈവമേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ എന്ത് ചെയ്യും മാർഗം എല്ലാവരെയും നോക്കിയിരിക്കും. ഒരേ ഭാര്യയും ഭർത്താവും മക്കളായിട്ട് വന്ന് കിടക്കുമ്പോൾ ഭർത്താവും മക്കളെ തോളിലേറ്റ് നോക്കി ഭാര്യയ്ക്ക് ഭക്ഷണം മേടിച്ചിട്ട് കൊടുക്കുന്ന എല്ലാ സഹായവും ഭാര്യയ്ക്ക് ചെയ്തിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നു. രാവിലെ വേണ്ട ചായ, ബ്രേക്ക്ഫാസ്റ്റ്, ഊണ് എല്ലാം കൊടുത്ത് ഉച്ചയ്ക്ക് ഊണാനുള്ള പൈസയും കൊടുത്ത് അന്നന്ന് കൂലിപ്പണക്കാർ പോലും അവരുടെ ഭാര്യയെ സംരക്ഷിക്കുന്നതൊക്കെ കണ്ട് അപ്പോൾ ഭാര്യ സമാധാനത്തെ കൊച്ചുങ്ങളുടെ കൂടെ ഇരിക്കുന്നു, അവരെ ചികിത്സയ്ക്ക് കൂടെ ഇരുന്ന് നോക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഞാൻ മാത്രം, എനിക്ക് സന്ദർശകരുമില്ല, ഭർത്താവുമില്ല, ആൾക്കാരുമില്ല, ബന്ധുക്കളുമില്ല, ഒന്നുമില്ല. ഞാനും എൻ്റെ ഈ മൂത്ത കുഞ്ഞുമായിട്ട് കുത്തിയിരിക്കുക. എൻ്റെ അമ്മ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്നേരമൊക്കെ ഉണ്ടപ്പൊരിയൊക്കെ മേടിച്ചാൽ ചായയൊക്കെ ഓരോരുത്തർ കുടിക്കുന്നതാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊതിച്ചു പോയി. പിന്നെയും ചായയൊക്കെ പിള്ളേർക്കാണ് അപ്പം കൊതിയും തിന്നേണ്ട പ്രായമല്ലേ. ആ സന്ദർഭങ്ങൾ ഞാൻ എവിടുന്നൊരു പൈസ കിട്ടി ആദ്യം എൻ്റെ പിള്ളേർക്ക് നിറച്ച് ഭക്ഷണം മേടിച്ച് കൊടുക്കും. മരുന്ന് പിന്നെ മേടിക്കാതെ അവിടെ കടം കിട്ടുമല്ലോ. ലാസ്റ്റ് ബില്ലടച്ച എൻ്റെ മക്കൾക്ക് ഉണ്ടമ്പരിയും ബോണ്ടായും ഐസ്ക്രീമും എല്ലാം മേടിച്ച് കൊടുക്കും. ഞാൻ ഐസ്ക്രീമൊക്കെ പുറത്ത് കൊണ്ടുപോയി മേടിച്ച് കൊടുക്കും. ഞാൻ എല്ലാ ഭക്ഷണം ബിരിയാണി ഒക്കെ മേടിച്ചിട്ട് വാരി എളുപ്പം ഒന്ന് കൊടുത്തവരെ തീറ്റിക്കും. ഇതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ തിന്നുകൊണ്ട് എൻ്റെ പിള്ളേർ ഭയങ്കര സ്പീഡിലാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. സത്യമായിട്ട് ഞാൻ അങ്ങനെ അവരെ ശീലിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാനിത് പറയുന്നതുകൊണ്ട് നാണക്കേട്, എന്നെ കളിയാക്കി കമൻ്റ് ഇടാനൊന്നും വരില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ രാവിലെ ആണുങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോഞ്ഞ് ബൈക്കൊക്കെ എടുത്ത് ഓടി വന്ന് ഭാര്യയ്ക്ക് ചായ മേടിച്ച് കൊടുക്കുന്നു.
ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. ഞാൻ ഇപ്പോൾ അടുത്ത് കിടക്കുന്നവരൊക്കെ എന്നോട് ചോദിക്കും ആരുമില്ലേ കാണാൻ വരാൻ. ഞാൻ പറയാം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് എങ്ങനെ വരാനാണ് എറണാകുളം വരെ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊന്നും അന്ന് ഈ ചികിത്സാ സൗകര്യങ്ങളൊന്നും ഇത്രയ്ക്കൊന്നുമില്ല. ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് പേര് കാണും. നമ്മുടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ചികിത്സ തരാനൊന്നും ഒരു സിറ്റുവേഷനൊന്നും ഞാൻ നോക്കിയിട്ട് അവിടെ ഞാൻ പലവട്ടം ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഒരു വട്ടം വന്ന് 2 വട്ടം വന്ന് അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും ആട്ടം നോർത്തിട്ട് കടവും വിലയൊക്കെ മേടിച്ചിട്ട് ഈ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ചക്കരകളെ ഞാൻ ആ സന്ദർഭത്തിൽ ഇപ്പോൾ അതിലേക്ക് വരാം നമ്മുടെ കാര്യത്തിലേക്ക്. അങ്ങനെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഞാനടുത്ത് പുള്ളി ദേഷ്യപ്പെടുക സാരില്ല ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്കത് ഉപകരിച്ചല്ലോ അത് മതി സാരമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ആവശ്യങ്ങൾ ഞങ്ങളെ സമീപിച്ച് നടത്തിയതുകൊണ്ട് പുള്ളി എനിക്ക് ആ നമ്പരും തന്നു പോയി. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഇത് ഞാൻ പറയണമല്ലോ. ഇത് പറയാൻ വന്നിട്ട് തന്നെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവൻ്റെ വീഥികളിൽ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടായാലും മുന്നോട്ട് പോകാൻ ഇടയ്ക്കൊരു കൈത്തിരി ഒരു കൈ നീണ്ടു വരും. ഒരു സഹായഹസ്തവുമായി നീണ്ടു വരും. അതിലൂടെ പിടിച്ച് നമുക്ക് ആ സമയത്തെ കടന്നു പോകാം. നമുക്ക് ആ സമയത്ത് ഈ ദുരിതകാലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ അതിൽ നിന്ന് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണമല്ലോ. അങ്ങനത്തെ ഒരു സഹായം അന്ന് എനിക്ക് കിട്ടിയായിരുന്നു. ആ പാസ്റ്റർ പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ പറഞ്ഞ് ആ പുള്ളി വണ്ടിയിടിച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്ന് പറഞ്ഞ്. അതായത് റെയിൽവേ ക്രോസിലെങ്ങാണ്ട് വണ്ടി കാറ് പാസ് ചെയ്യുമ്പം ട്രെയിൻ ഇടിച്ചിട്ട് മരിച്ചു പോയി. ഞാൻ അത് ഷോക്കേറ്റ് പോയി. പിന്നെ ഞാൻ ഓർത്ത് അദ്ദേഹത്തെ ഈ ജീവിതത്തിൽ നിന്ന് ദൈവം വേഗം രക്ഷിച്ചതായിരിക്കും എന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ സുഖമാണ് ഒറ്റടി മരിച്ചുപോയി പുള്ളിക്കാരൻ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചക്കരകളെ അതൊരു വേദനിക്കുന്നൊരു ഓർമ്മയാണ്. പക്ഷേ അദ്ദേഹം ഒരു പുണ്യാത്മാവായിരുന്നു. അത് ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചു. എനിക്ക് ആ സഹായം ആ സമയത്ത് അവിടെ എത്തി. വേറെ ദേവികയ്ക്ക് കൊടുക്കേണ്ടത് എൻ്റെ അടുത്ത് കൊണ്ട് എനിക്ക് തന്ന് എല്ലാ ബില്ലും അടച്ചു കഴിഞ്ഞ് പുള്ളി 1 മണിക്കൂർ കഴിഞ്ഞ് ആണ് അറിയുന്ന അവരല്ല ഞാനാണെന്ന് പറഞ്ഞ് ഓടി തിരക്കിട്ട് എൻ്റെ അടുത്ത് ഓടി വന്ന്. പക്ഷേ ദേഷ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും പറഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം കുഴപ്പമില്ല നിങ്ങളുടെ ആവശ്യം സാധിച്ചല്ലോ അത് മതി എന്ന് പറഞ്ഞ് പോയത്. ദൈവം കൃഷ്ണൻ പല ഭാവത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊരു ഭാവമായിരുന്നു ഒരു പാസ്റ്ററുടെ രൂപത്തിലും വന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പല വേഷത്തിൽ നമ്മുടെ അടുത്ത് വരും. ദൈവം യേശുവിൻ്റെ രൂപത്തിൽ വരത്തില്ല, മാതാവിൻ്റെ രൂപത്തിൽ വരത്തില്ല, കൃഷ്ണൻ്റെ രൂപത്തിൽ വരത്തില്ല. മനസ്സിലായ പല രൂപത്തിൽ വരും. മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ വന്ന് നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് അന്ന് ഞാൻ അനുഭവിച്ച ആ സഹായം. ഇനിയും ഉണ്ട് സഹായങ്ങളുടെ. ഞാനിനിയും ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ദൈവം നീ ചെയ്യൂ എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ അല്ലാത്ത മനുഷ്യർ സുഹൃത്തുക്കൾ എനിക്ക് ബന്ധുക്കളുടെ സഹായമൊന്നും കിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കളായിട്ട് കുറേ പേര് ഒരു ആപത്ഘട്ടങ്ങളിലൊക്കെ എന്നെ സഹായിച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓരോ സഹായങ്ങളും ഇനിയും പറഞ്ഞുതരാം. ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒന്ന് മാത്രമാണ് എനിക്കിത് കിട്ടിയെന്ന് ഉറപ്പാണ്. ഞാൻ ആ കാലഘട്ടങ്ങളെല്ലാം അതിജീവിച്ച് മുന്നേറിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ചക്കരകളെ. അതുകൊണ്ട് നിരന്തരമായി ഈശ്വരനെ ഭജിക്കുന്നതിന് ആരൊക്കെ കളിയാക്കിയാലും കളിയാക്കുന്നവരൊക്കെ കളിയാക്കിക്കോട്ടെ, കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞോട്ടെ. നിങ്ങളിതിൽ നിന്ന് പിന്തിരിയരുത് കേട്ടോ. ഉറപ്പാണ് വിജയം അരികത്തുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ആ വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ നേടുന്ന പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. പ്രാർത്ഥനയെ മുറുകെ പിടിച്ചു. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ ചക്കരകളെ. ലൂർദിൽ കിടക്കുമ്പം അന്ന് ലൂർദിൽ അമ്മ ICUയിൽ കിടക്കുമ്പം ചില കാര്യം ഞാനും അനുമോളും പുറത്തിരിക്കുകയാണ്. അപ്പം ഇടന്നൊരു കോമഡി കൂടെ ഇതിനടുത്ത് പറയാവേ, ചിരിക്കാനോ നിങ്ങൾക്കൊന്ന്. അതായത് ഒരു വയസ്സായ അപ്പൂപ്പനെ ഒരു വയസ്സായ അമ്മൂമ്മനെ അമ്മൂൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. 2 പേരെ മൂക്കിലൂടെ ട്യൂബും എല്ലാം കയറ്റി ഓക്സിജനൊക്കെ കൊടുത്ത് കിടക്കുവാണ്. ഒരു കയ്യിലും കാലിലൊക്കെ കുത്തിയിട്ടിരിക്കുക. അതിലൊരു അപ്പൂപ്പന് വന്നപ്പോൾ വായു വലിച്ചു വന്ന അപ്പൂപ്പന് ഇച്ചിരി എനർജി കിട്ടി. അത് 2 ദിവസം ഇപ്പോൾ ഈ അമ്മൂമ്മയ്ക്കും എനർജി കിട്ടി. അങ്ങനെ പക്ഷേ ഒന്നും ഊരിയിട്ടില്ല, മേത്തുനിന്നൊക്കെ അങ്ങനെ കിടക്കുക. അപ്പം ഞാൻ രാത്രി ഒരു 1 മണിക്കൊക്കെ ഞങ്ങൾ വാതിക്കെ കുത്തിയിരിക്കുക. ഞാനും റൂം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കുത്തിയിരിക്കുക. ഈ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ മക്കളൊക്കെ വലിയ കോട്ടയത്തൊക്കെ ഉള്ളവരാന്ന് തോന്നുന്നു. നല്ല പൈസയുള്ള അച്ചായന്മാരാണ്, അമേരിക്കയിലൊക്കെ ഉള്ളവരാന്ന് തോന്നുന്നു എനിക്ക്. അത്ര ഭയങ്കര ഹെഡ് വെയിറ്റൊക്കെ ഇട്ട് അവരവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ അമ്മു കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ
അതിനകത്തുനിന്ന് നമ്മൾ ഒരു മണി രാത്രി സമയത്തൊക്കെ ഇപ്പോൾ അമ്മൂന് മിഠായി വേണം, ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഞാനൊരു ചോക്ലേറ്റ് മേടിച്ചിട്ട് നോക്കിയപ്പോൾ വരുമ്പോൾ ഈ അമ്മു എന്നോട് പറയേ, എൻ്റെ അമ്മേ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ. ഞാൻ പറഞ്ഞു എന്താ മോളെ, എനിക്ക് ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെ അടുത്ത് എന്നെ ഇടരുതേന്ന് പറ. എന്താ അത്, രാത്രി കിടന്നുകൊണ്ട് ഈ അപ്പൂപ്പൻ ഉറക്കത്തില്ല, എന്തോ മീൻ കച്ചവടം, രാത്രി ഇവിടെ കിടന്നു മീൻ കച്ചവടം, മീനേ മീനേ എന്ന് വിളിക്കും. അപ്പോൾ തൊട്ടപ്പുറത്തിലൊക്കെ അമ്മൂമ്മ പറയും, എവിടെയാ, എന്നാ മീനാണ്, എന്നാ മീനാ, ചാള, കേര, കൂര, ചൂര എന്നൊക്കെ പറഞ്ഞ് പുള്ളി മീനിൻ്റെ പേരും പറയും. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ചിരിയാണ്. ഇവർക്കൊക്കെ ചിരിയമ്മ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലമ്മ, ഇതുങ്ങൾ ഉറക്കത്തില്ല. എന്നിട്ട് ഈ അപ്പൂപ്പനും അമ്മയ്ക്കൊന്നും പരിചയമില്ല. അതായത് അപ്പൂപ്പൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മീൻകാരനായിരുന്നു. ഈ അമ്മുമ്മ തൊട്ടടുത്ത് കിടക്കുകയാണ്. അമ്മുമ്മയാണെ പണ്ടത്തെ നല്ല കുടുംബത്തിലെ അമ്മുമ്മയും പറഞ്ഞ അമ്മമ്മയുടെ മക്കളൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പം അമ്മുമ്മ മീൻ മേടിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ ചട്ടി ഇപ്പം എടുത്തിട്ട് വരാൻ ചേട്ടാ, അവിടെ നിന്നില്ലേ മീൻകാരാ, പോകല്ലേ. അപ്പോൾ ഈ ചേട്ടൻ പറയും, ഇല്ല ഞാൻ പോകത്തില്ല, എളുപ്പം വാ. എൻ്റെ മക്കളാ, ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, എൻ്റെ അമ്മക്കൂട്ടൻ. എൻ്റെ ഈ പിറ്റേന്ന് ഡോക്ടർ വന്നപ്പോൾ അമ്മക്കുട്ടൻ ഡോക്ടർ ജിജിയൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും ഇത് സത്യമാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് മാറ്റിത്തരുവാ ഡോക്ടറെ. എന്താണ് ദേവിക, ദേവൂസ, എന്താണ് ഡോക്ടർ ചോദിക്കുക. അതെ, എനിക്ക് സൗകര്യം തന്നെ, രാത്രി മീൻ കച്ചവടമാണ് ഇവിടെ കിടന്നുകൊണ്ട്. അത് ജീവിതത്തിൽ പറയത്തില്ല. മീനേ എന്ന് പറഞ്ഞ് ജിജി കുട്ടിക്കുളം ബോബി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു തോന്നുന്നു, ബോബി മറന്നുപോയി ഡോക്ടറുടെ പേര്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പറക്കത്തില്ല, എൻ്റെ ദൈവമേ, എൻ്റെ ഗുരുവായൂരപ്പ. പിന്നെ വയസ്സാകുമ്പോൾ കുട്ടികളുടെ ഓർമ്മയാണ് എന്നൊക്കെ പറഞ്ഞത് സത്യമാണല്ലേ. ആ അപ്പൂപ്പൻ വയസ്സായപ്പോൾ പണ്ട് കുഞ്ഞിലെ ചെയ്ത ജോലിയിലേക്ക് പോയി, മീൻകാരൻ്റെ റോളെടുത്ത്. ഓർമ്മ പോയി പുള്ളിക്കാരന്. ഈ പുറത്തേക്കുന്ന മക്കളാണെ ഹൈഫൈ മക്കൾ, അവർക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. അച്ഛാണ്ട് രാത്രി ബോധം കയ്യേന്നൊക്കെ കെട്ടടിച്ച ദിവസം ഓടുകയാണ് പുള്ളി. ഇപ്പം മീൻ വണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു മീൻ വണ്ടിയൊക്കെ വന്നിട്ട് മീൻ ഇറക്കി കൊടുത്ത് പുള്ളി അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വിറ്റിട്ടുണ്ടായിരിക്കും പണ്ട്, അല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. അയ്യോ അമ്മൂമ്മയുടെ ഇതേ ചട്ടി കൊണ്ട് ഇപ്പോൾ വരും, ഈ ചട്ടി പോകല്ലേ മീൻ ചേട്ടാ, പോകല്ലേ മീൻ ചേട്ടാ എന്നല്ല, മീൻകാരാ പോകല്ലേ, അവിടെ നില്ലടോ മീൻകാരാ എന്ന് പറയുമ്പോൾ ഇവർ മീൻ ഇങ്ങനെ അത് പ്രായം രണ്ടുപേരും ഏകദേശം അടുത്ത് സാമ്യ പ്രായമുള്ളുണ്ട്. ഏമേ ചിരിച്ച് ഞാൻ ചിരിക്കുമായിരുന്നു കേട്ടോ. സിസ്റ്റർമാരും ചിരിക്കും, ഈ സിസ്റ്റർമാരും ഭയങ്കര ചിരിയാണ്. എന്നിട്ട് അവടുമാരും ചിരിക്കും. ഈ അമ്മുകൂട്ടൻ ലാസ്റ്റ് അവിടുന്ന് തൊരവിടും, അമ്മ മതി നിർത്ത്, ഈ മീൻ കച്ചവടം ഇവിടെ നിർത്തുന്നുണ്ടോ, ഉറങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർത്ത് ചിരി വരും. മനുഷ്യൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് പറയുന്നത് മനുഷ്യൻ്റെ. നമ്മളൊക്കെ ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുക വലിയ ആളുകളാണെന്ന് വിചാരിക്കും. ഈ ഓർമ്മയെന്ന് പറഞ്ഞ സാധനം പോയാൽ പോയി ചക്കരകളെ. ഓക്കെ എന്തെങ്കിലും